ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാക്കൊക്കെ ചെയ്ത് വണ്ടിയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ കണ്ണൂർ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ആനുവൽ വെക്കേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ബക്കറ്റ് മേടിച്ചതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പം നമ്മുടെ ശമ്പൂട്ടിന് ഛർദ്ദിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ. വൈകുന്നേരം വരെ ഉണ്ടായിരുന്നത് ഇന്നലെ. പക്ഷേ നമ്മൾ കല്യാണത്തിനെല്ലാം പോയിട്ട് വന്ന് കല്യാണ പാർട്ടികളൊക്കെ എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അവരെല്ലാം വരുന്നത് കണ്ട് സമാധാനത്തോടെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ പെട്ടിയൊക്കെ പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് എണീറ്റത്. അവിടെ നിന്ന് വന്നതിന് ശേഷം പനിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്നാലും നന്നായിട്ടൊരു ഇടയ്ക്കൊരു ചൂട് കയറിക്കൊണ്ടിട്ട് അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല ചെക്ക് പോസ്റ്റുകൾ ഇപ്പം ഇടയ്ക്ക് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ റോഡുകളുണ്ടല്ലോ, പണ്ട് നമ്മൾ വരുന്നത് പോലെയല്ല, വളരെ പെട്ടെന്ന് തന്നെ എത്തി. നല്ല ഹൈവേ ഒക്കെ അടിപൊളിയാക്കിയിട്ട് നല്ല സുഖമായിട്ട് നമ്മുടെ യാത്ര സുഖമായിരുന്നു. പകുതി എത്തിയപ്പോൾ പ്രജി ചോദിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചൊന്നും കൂടി ഈ റോഡിൽ അങ്ങോട്ട് പോയാലോ എന്നുള്ളത് കേട്ടോ. കാരണം അത്രയും നല്ല സുഖമുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ പ്രജി എനിക്ക് കാറ് തരുന്നില്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. പിന്നെ നല്ല സുഖമാണ്, വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. ആകെ വെയിലിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ പനി കാരണം കണ്ണ് തുറക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ പരമാവധി തിരക്ക് കുറഞ്ഞ സ്ഥലത്തൂടെയും അതേപോലെ ഹൈവേയിലും പിന്നെ കുഴപ്പമില്ല, പിന്നെ റോഡൊക്കെ ആകുമ്പോൾ കുറച്ച് ശാന്തസുന്ദരമായ സ്ഥലത്തൂടെ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായാലും നമുക്ക് ഏത് നിമിഷവും ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം ശമ്പൂട്ടൻ ഛർദ്ദിച്ച് കഴിഞ്ഞ് പിന്നെ അവനെ ക്ലീൻ ആക്കാനൊക്കെ എണീക്കണം. പിന്നെ മാക്സിമം ബെഡൊക്കെ വിരിച്ച് കൊടുത്ത് അവന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ്. കാരണം പെട്ടിയൊക്കെ മാക്സിമം നമ്മൾ പുറകിലാക്കിയിട്ട് അവന് ഫ്രീ ആയിട്ട് കിടക്കാൻ പാകത്തിനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അവനെ നോക്കുകയും വേണമല്ലോ ഛർദ്ദിക്കുമ്പം. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടെല്ലാം ഒരു മിനി നമ്മുടെ ഒരു വീട് പോലത്തെ സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ടൈനി ഹോം പോലെ ആക്കിയിട്ടുണ്ട്. ശരി. പിന്നെ നമ്മൾ പരമാവധി ബീച്ച് സൈഡ് റോഡിൽ കൂടിയൊക്കെയാണ് പോയത്. നല്ല രസമായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂഡൊന്നും അല്ലായിരുന്നു. പനി ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. കണ്ടോ നമ്മുടെ മാപ്പിനകത്ത് കണ്ടോ നമ്മളിങ്ങനെ ബീച്ച് സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ശരി, നല്ലൊരു യാത്രയായിരുന്നേ. ഇത്രയും നാളും നമ്മളങ്ങനെ പോകുമ്പോൾ ഭയങ്കര ക്ഷീണം പിടിക്കുമായിരുന്നു. അയ്യോ ഇത്രയും മണിക്കൂർ ഇരിക്കണമല്ലോ, 8-10 മണിക്കൂർ ഡ്രൈവ് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തൊരു യാത്രയായിരുന്നെങ്കിൽ പോലും ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ നമുക്കൊരു വെള്ളം വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട വേണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര പാടാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്കൊന്നും കടകളോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളോ ATM അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ പെട്രോളൊക്കെ നമ്മൾ അവിടുന്ന് അടിച്ചിട്ടാണ് വന്നത് കൊച്ചിയിൽ നിന്ന്. അതേപോലെ നമുക്ക് മാഹിയിൽ ചെന്നിട്ട് അടിക്കാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ശമ്പൂട്ടിന് ഇടയ്ക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് വാഷ്റൂമൊക്കെ കുറേ കണ്ടുപിടിക്കാൻ കുറേ പാടാണ്. കാരണം പബ്ലിക് ടോയ്ലറ്റൊക്കെ നമുക്ക് ഭയങ്കര കുറവാണല്ലോ. പെട്രോൾ പമ്പും ഇവിടെ അടുത്തൊന്നും ഇല്ല. പിന്നെ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പൊതുസ്ഥലത്ത് അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് കുറച്ചൊരു പബ്ലിക് ടോയ്ലറ്റ് പോലെ കണ്ടത്. അപ്പോൾ പ്രജി ഇവിടെ തന്നെ ഇങ്ങനെ പറയുകയാണ്, ഇനി ഇവിടെ 2 വീലേഴ്സ് ഒന്നും അലൗഡ് അല്ല, അവർക്ക് നമ്മുടെ സർവീസ് റോഡിൽ കൂടിയാണ് പോകാൻ പറ്റുള്ളൂ, ഇത് പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ചൂട് ഉണ്ടാന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, ഇന്ന് ഭയങ്കര ഒരു കുമിർച്ചയുള്ള ചൂടെന്ന് പറയത്തില്ലേ, നമ്മുടെ ഹ്യൂമിഡിറ്റി ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ കാറിനകത്ത് വരുന്നതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പിന്നെ ഇത്ര ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയത്. ഒരു മുട്ടയും ബ്രെഡും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വഴിയിലൊന്നും നിർത്തേണ്ടി വന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ ഈ ചായക്കടകളൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു വലിവ് വരും സൈഡിലോട്ട് പ്രജിക്ക്. അതിൻ്റെ ഒരു ടെക്നിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വേറെ എവിടെയും നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ലെങ്കിലും ചായക്കടയിൽ ഇഷ്ടം പോലെ കണ്ടുപിടിക്കും പ്രജി. ഈ ചായ കാണുമ്പോൾ വലിവുണ്ടല്ലോ പ്രജി, അറിയില്ല, എല്ലാം ഉണ്ടതാ. ഈ ചായ കാണുമ്പോൾ നിങ്ങളുടെ വലിവുണ്ടല്ലേ, എവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിലും ചായക്ക് പാർക്കിംഗ് കിട്ടുന്നുള്ളൂ. ടോൾ പ്ലാസ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ ചായക്കട ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സ്ഥലവും കിട്ടി, നിർത്തലും കഴിഞ്ഞ്. കൊച്ചു മുള്ളാൻ പൊട്ടിയിട്ട് നിലവിളിയായിരുന്നു. അതെ, കൊച്ചു മുള്ളാന്ന് തോന്നി. ചായക്കടീസ് കണ്ടാ പിന്നെ ചായന്റെ പേരിൽ അല്ലാണ്ട് നിർത്തും. നാട്ടുകാരെ നിങ്ങളിത് കാണുക, കണ്ടോ ചായയുടെ പേര് കണ്ടപ്പോഴേ ഒരാളുടെ വണ്ടി നിന്ന് പാർക്കായി. എവിടെ കിടന്ന റോഡാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്തായിരുന്നു ആ പരസ്യം, എങ്ങനെയായിരുന്നു?
നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫെയിലോട്ടോ റണ്ണൗട്ടോ എന്താ അത് പറ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. ശംഭൂബാ ചായ വന്നു, അച്ഛ ഇറങ്ങി. നീ വരുന്നെങ്കിൽ വാ ശംഭു, അവിടെ വല്ല എന്ത് തിന്നാനുണ്ടെ മേടിച്ചു തരാം. ഞാൻ ചെരുപ്പ് തരാം. ചെരുപ്പില്ലാത്ത ഒരു ചാട്ടം നടക്കില്ല ഇവിടെ. ശംഭു മോനെ, അച്ഛന് പ്രസവേദന, മോന് വീടവാഴ. മോനെ അച്ഛന് ചായ കണ്ട പ്രാന്ത. വെള്ളത്തിന് കൊടുക്കുന്ന മീൻ കൊടുക്കറ, ചിക്കൻ കൊടുക്കേ. അവിടെ വലിയൊരു കടയുണ്ട്, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നോക്കാം. ഛർദിച്ച് വയറ് കാലിയായിരുന്ന ഐസ്ക്രീമേ വേണ്ടു. അമ്മയ്ക്ക് പനിയായിരുന്ന അമ്മയ്ക്കും ഐസ്ക്രീമേ വേണ്ടു. ചെരുപ്പിട്. ആര് ചൂടാവേ, ആരും ചൂടാവൂല. ആടെ ചെല്ലുമ്പോ ഒന്നുമില്ലെങ്കിൽ തിരിച്ചു പോരും. ഓ, ഈ പൊരിഞ്ഞ വെയിലത്ത് പ്രാന്തിട്ടാ മനുഷ്യ നിങ്ങൾക്ക് ചായ കുടിക്കാൻ, ചോറ് പോലും കഴിക്കാണ്ടേ. അതാണ് വിഷമം. അല്ല ഐസ്ക്രീം ഉണ്ട്. ആ, ക്യാമറയുടെ ഐസ്ക്രീം ഉണ്ട്. ക്യാമറ ഇതാ പറന്നു പോകുന്നു. ഈ വെയിലത്ത് ദോശക്കല്ലായി പോകുന്നു ഈ സാധനമൊക്കെ. ആ, ഐസ്ക്രീം കണ്ടച്ചാ. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1-1:15 സമയം. ചായ കുടിക്കാൻ വേണ്ടി പ്രജി കയറിയിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ചായ കുടിക്കാൻ പറ്റില്ല, പക്ഷേ പനിയാണെങ്കിലും കുഴപ്പമില്ല, ഈ സമയത്ത് ചൂടൊന്നും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം ചായക്കടികളൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാനുള്ളതിൻ്റെ മെയിൻ കാരണം അവിടെ അടിപൊളി ബാത്റൂം ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള, നല്ല ഫിനൈലൊക്കെ ഇട്ട് കഴുകിയിട്ട് നല്ല സ്മെല്ലുള്ള, നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെ വരാം എന്ന് വിചാരിച്ചു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. പോയിട്ട് വാഷ്റൂമിലൊക്കെ പോയി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം 2-3 കടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾക്ക് താല്പര്യമുള്ള, ഇപ്പോൾ ബ്രെഡ് റോസ്റ്റ് ഒന്നും വലിയ താല്പര്യമില്ല. അല്ലാതെ നമ്മൾ എന്താണ് കഴിക്കണം എന്ന് തോന്നിയ സാധനമാണ് ഉന്നക്കായ. പിന്നെ അത് മേടിച്ചു. അവിടെ എന്തോ ഉണ്ടായിരുന്ന 2-3 സാധനമൊക്കെ അങ്ങനെ മേടിച്ചു. സമയം കാണിച്ച വാച്ചിൽ സമയം ഉണ്ടെന്ന് നോക്കട്ടെ. ഉച്ചയ്ക്ക് 1:30 നട്ടപ്പൊരിഞ്ഞ വെയിലത്ത് ചായ കുടിക്കുന്ന ആൾ. വേണ്ട, ഒന്നേ നമുക്ക് ചായ വേണ്ട. ആയിക്കോട്ടെ, ടീ കൗണ്ടർ ഉണ്ടോ? നിങ്ങൾ ഉന്നക്ക പിടിക്കാന്ന്, ഉന്നക്ക എടുക്കാന്ന്, പഴം പിടിക്കുന്നതല്ലേ കഴിച്ചു. ഇതെന്താ പറഞ്ഞേ? ചെറുക്കിളപ്പ്. ചെറുക്കിളപ്പ് പക്ഷിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. മുട്ടയാണോ? ചിക്കനല്ലേ? ചമ്മന്തിയോ? ചമ്മന്തിയോ? എന്തിന്റെ ചമ്മന്തി? ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം നല്ലൊരു ബണ്ണ് പോലത്തെ ഒരു കുബൂസ് പോലത്തെ ഇതിനകത്ത് ചമ്മന്തിയും കുറച്ചൊരു ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഭയങ്കര ഹെവി ഒന്നും അല്ല, ലൈറ്റ് ഒരു സ്നാക്കായിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ. അതിനുശേഷം അങ്ങോട്ട് പോയിട്ട് നമ്മളൊരു ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. ഏകദേശം ഒരു 3 മണി 3:30 ആ ഒരു സമയമായി നമ്മൾ ലഞ്ച് കഴിക്കുമ്പോഴത്തേക്ക്. കാരണം 1:30 ആയപ്പോൾ നമ്മൾ ചായ കുടിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പ്യുവർ വെജാണ്. സത്യം പറയാലോ, എനിക്ക് പല വെജ്
റിച്ച് ഷോപ്പുകളിൽ ചെന്ന് കഴിയുമ്പോഴും നല്ല ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും നോൺ വെജ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അല്ല, ആവശ്യമുള്ളവരെ. കാരണം നോൺ വെജ് കഴിക്കുന്നവരെന്തായാലും വെജും കഴിക്കുമല്ലോ. അപ്പോൾ അവരൊരിക്കലും ഒരു വെജ് പ്രിഫർ ചെയ്യില്ല. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എൻ്റെ ഇല കണ്ടാൽ തന്നെ അറിയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അതേപോലെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. ആദ്യം അവർ ചോദിച്ചു കുത്തരി വേണോ പൊന്നിയരി വേണോ എന്ന്. നമ്മൾ കുത്തരി പ്രിഫർ ചെയ്തു, കാരണം പൊന്നിയരി വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും വേണോ, മഷ്റൂം മസാല ഒന്നും മേടിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മളൊരു യാത്ര പോവാണ്, നമ്മളൊരു വിശപ്പിന് വേണ്ടി കഴിക്കുന്നു എന്നല്ലാണ്ട് ഒരു ഫുഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നൊന്നുമല്ല. പിന്നെ പ്രജി ഒരു തീരെ വെജ് ആളല്ല, പ്രജി പ്യുവർ നോൺ വെജിൻ്റെ ആളാണ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കയറിയതാണ്. പക്ഷേ എനിക്കിഷ്ടം വെജ് ആയതുകൊണ്ട് തന്നെ എല്ലാ വെജും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ചില നമ്മൾ ഏട്ടനും ചേച്ചിയൊക്കെ വന്നപ്പോൾ പോയില്ലേ, ജസ്റ്റ് എന്താണ് കുറേ കഷ്ണങ്ങൾ അരിഞ്ഞ് ഉപ്പും മുളകിട്ട് വേവിക്കുന്നു എന്നല്ലാതെ അതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഉടുപ്പി റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല സർവീസായിരുന്നു. അതിനുശേഷം അവിടുന്ന് നമ്മൾ വീണ്ടും ചെക്ക് പോസ്റ്റുകൾ കണ്ട് പോയിക്കൊണ്ടേയിരുന്നു. പോകാണ് കണ്ണൂരിലേക്ക് പോകാണ്, അമ്മമ്മനെ അച്ഛനെ കാണാനായി കണ്ണൂരിലേക്ക് പോകാണ്. ചൂടാണ്, ഭയങ്കര ചൂടാണ്, അകത്തും പുറത്തും ചൂടാണ്. വെയിലിന്റെ ചൂടും പനിയുടെ ചൂടും എല്ലാം കൂടെ ചൂടാണ്. നമ്മൾ പോകാണ്, ചോറും കഴിച്ചിട്ട് പോകാണ്ട് കഴിഞ്ഞിട്ട് പോവാണ്. ഹൈവേ കഴിഞ്ഞിട്ട് തിരക്കാണ്, കുട്ടികളെല്ലാരും ചാടുന്നുണ്ട്. നമ്മൾ പോവാണ്, ഏതൊക്കെയോ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാണ്. കുട്ടികളെല്ലാരും നോക്കുന്നുണ്ട്, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അതുവഴി ഇതുവഴി പോകുന്നുണ്ട്, കൊയിലാണ്ടി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. ചുമക്കാൻ മുട്ടുന്നുണ്ടല്ലോ, ഛർദില് വരാനായി ചാൻസ് ഉണ്ട്. നമ്മൾ പോവാണ് നന്ദിലത്തെ ജിമാർട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ. കൊയിലാണ്ടി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, കൊടി വെച്ച് വണ്ടിയും പോകുന്നുണ്ട്. നമ്മൾ പോവാണ്, ശബരിമല വണ്ടിയുടെ പുറകിൽപ്പെട്ടു. മെല്ലെ പോവാണ്, ഹൈവേ കഴിഞ്ഞിട്ടുള്ള തിരക്കാണ്. നമ്മൾ പോവാണ്. പത്തക്ക കൊടുക്കുന്നത് കണ്ടല്ലോ, ചെറിയുള്ളി 2 കിലോ 100 രൂപ. നമ്മൾ പോവാണ് വയനാട്ടിലേക്ക്, കണ്ണൂരേക്ക് പോവാണ്. അമ്മമ്മനെ അച്ഛനെ കാണാനായി നട്ടപ്പിരിഞ്ഞ വെയിലത്ത് പോകാണ്. നമ്മൾ പോകുവാണ്, വീഡിയോ കണ്ടോണ്ട് പോകാണ്. അച്ഛ ഡ്രൈവ് ചെയ്ത് മടുക്കുന്നുണ്ട്, സ്റ്റിയറിങ് തരാനായി സമ്മതമില്ല. നമ്മൾ പോവാണ്, കണ്ണൂരിലേക്ക് പോകാണ്. എവിടെ എത്തിയെന്ന് അറിയത്തില്ല, കൊയിലാണ്ടി കഴിഞ്ഞിട്ട് പോകാണ്. അപ്പോൾ നിങ്ങൾ ഈ കേട്ട എൻ്റെ നിലവിളി പലതിൻ്റെയും ഉത്തരവാണ്. കാരണം ശമ്പൂട്ടൻ ഒന്നാമത് അവനെ നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവനെ ഒന്ന് എൻഗേജ്ഡ് ആക്കുക. അവൻ വീഡിയോ കണ്ട് അവൻ സ്വന്തമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രജി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ മാത്രം അകത്തിരുന്ന് ബോറടിച്ച എൻ്റെ നിലവിളിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പം അതിനുശേഷം നമ്മളൊരു പിന്നെയും ചായക്കട കണ്ടു. പിന്നെയും ചായക്കടയിൽ നിർത്തി. ശമ്പൂട്ടിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, കാരണം ചായക്കട കണ്ട് കുട്ടി മടുത്ത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ പഴംപൊരിയും പിന്നെ ഒരു പത്തലും അതേപോലെ കല്ലുമ്മക്ക നിറച്ചതും മേടിച്ചു. പക്ഷേ കല്ലുമ്മക്ക നിറച്ചത് കാശിന് കൊള്ളില്ലായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, വെറും മാവ്. പിന്നെ പത്തൽ ചൂടോടെ ഇങ്ങനെ ചട്ടീനെ ഞാൻ ഈ പ്ലേറ്റിലോട്ട് മേടിക്കുകയായിരുന്നു. അത് ശംഭു റാഞ്ചി കൊണ്ടുപോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പഴംപൊരി പ്രജീൻ റാഞ്ചി കൊണ്ടുപോയി. എനിക്ക് കല്ലുമ്മക്കായ തീരെ ഇഷ്ടമായില്ല.
ഞാൻ കഴിച്ചില്ല. റജിക്കും തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോഴത്തേക്ക് പ്രജിക്ക് കുറച്ച് കോളും കാര്യങ്ങളൊക്കെ വന്നു. അതിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്തില്ല, സമാധാനത്തെ അവിടെ ഇരുന്ന് കുടിച്ചപ്പോൾ ഉണ്ട് അവിടെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കണ്ടു. അപ്പോൾ കുട്ടി പറഞ്ഞു അത് വേണമെന്ന്. പക്ഷേ പകുതി ഒരു പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് പകുതി കഴിച്ചപ്പോഴത്തേക്ക് ആൾക്ക് വേണ്ട പറഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങിക്കോ പറഞ്ഞ് കിടത്തി. അപ്പോൾ കുറച്ചങ്ങ് ചെന്ന് പിന്നെ രാത്രിയായി, നമ്മൾ ഫോണൊന്നും എടുത്തില്ല, സമാധാനപരമായിട്ട് അവനെ കിടത്തി ഉറക്കിക്കഴിഞ്ഞ് അവനൊന്ന് ഇതാക്കി വന്നപ്പോഴത്തേക്ക് പിന്നെ ഫോൺ എടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയാണ്. കണ്ണൂരെത്തി കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ കറണ്ടൊന്നും ഇല്ല. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ വഴിയാണ് കേട്ടോ. അപ്പോൾ കറണ്ടൊന്നും ഇല്ല. എൻ്റെ ഇടയ്ക്ക് ചേച്ചിയും ചേട്ടനും വിളിച്ചായിരുന്നു. ഇവിടെ നല്ല ഇടിയും മിന്നലും മഴയാണ്, റോഡ് പണിയാണ്, അതുകൊണ്ട് വേറെ റൂട്ടിലൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ തലശ്ശേരി വഴി ഇങ്ങനെ കറങ്ങിയാണ് വന്നത്. സാധാരണ അങ്ങനെ വരേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ റൂട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ടും പിന്നെ നമ്മൾ കുറേ നാളിന് ശേഷമാണല്ലോ ഇതുവഴി ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പം കട്ട് റോഡ്സൊക്കെ അടച്ചിട്ടിരിക്കുകയാണോ മഴയുടെ പ്രശ്നമൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെ കുറച്ച് ദൂരമാണെങ്കിലും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരാമെന്ന് കരുതി അങ്ങനെ വന്നു. നല്ല ഇടിയും മിന്നലും ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കിടന്നിട്ടായിരിക്കും ഉണ്ടാവുക, കാരണം ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പം പിന്നാണ് മനസ്സിലായത് അത് മറ്റേ ചാർജബിൾസ് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇല്ല, ഇൻവെർട്ടറും ഒക്കെയാണ്. അതേപോലെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അന്ധകാരവും കൂരാക്കൂട്ടി ഇരുട്ടുമായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. പക്ഷെ നല്ല അടിപൊളി ഒരു മഴ കിട്ടി. കാരണം രാവിലെ തൊട്ട് വെയിലത്ത് കരിഞ്ഞ് പൊരിഞ്ഞ് ഉണക്കമീൻ പോലെ ഇരിക്കുന്ന നമ്മൾ ഇപ്പോൾ നല്ലൊരു ഫ്രഷ് മണം, ഫ്രഷ് ഫീല്, വീട്ടിലെത്തിയതിൻ്റെ ഒരു കംപ്ലീറ്റ് സുഖം ആസ്വദിച്ചത് ആ ഒരു മഴ കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ ഒരു വലിയ മിന്നലോടുകൂടി നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളെ പാവാച്ചനും അമ്മയും കാത്തിരിക്കുകയാണ്. കാരണം അവരും ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് കണ്ടപ്പോഴത്തേക്ക് അമ്മയും ഇറങ്ങി വന്നു, അച്ഛയും കാത്തിരുന്നു. അങ്ങനെ 10 മിനിറ്റ് ഞങ്ങളിരുന്ന് സംസാരിച്ച് ശമ്പൂട്ടനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കയറി കിടന്നുറങ്ങി. നമ്മൾ കൊണ്ടുവന്ന ബാഗുകളൊക്കെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് സമാധാനപരമായിട്ട് കിടന്നുറങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കണ്ടാൽ പോരെ. ഇത്രയാണ് ഞങ്ങളുടെ കൊച്ചി ടു കണ്ണൂർ യാത്രയിൽ സംഭവിച്ചത്. അപ്പോൾ കണ്ണൂരെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ചെറിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ടാറ്റാ.